ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിലെ റീഫ് ഐലൻഡിൽ നടക്കുന്ന 2024 അയൺമാൻ മിഡിൽ ഈസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ അയൺ വില്ലേജിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയൺമാൻ മിഡിൽ ഈസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും കാണികൾക്കും വിവിധ രാജ്യത്തിൻ്റെ ഭക്ഷണങ്ങൾ രുചിച്ചറിയാനുള്ള സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ, രാജ്യത്തിൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരു ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എക്സ്പോയിലെത്തുന്ന താരങ്ങൾക്കും കാണികൾക്കും ഒഫീഷ്യലുകൾക്കും വിവിധ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളും സ്പോർട്സ് ആക്ടിവിറ്റീസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എക്സ്പോയുടെ മറ്റൊരു സൈഡിലാണ് മത്സരങ്ങൾക്കുള്ള ക്രമീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുള്ളത്. നീന്തൽ, ബൈക്കിംഗ്, ഓട്ടം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് അയൺമാൻ മത്സരങ്ങൾ അരങ്ങേറുക. ജനറൽ എൻട്രി, അയൺ കിഡ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിരുന്നു രജിസ്ട്രേഷൻ നടന്നത്. ജനറൽ എൻട്രിയിൽ വ്യക്തിഗതം, VIP, റിലേ സംഘം എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത്. മത്സര ദിവസം 18 വയസ്സ് തികയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത. നവംബർ 26 മുതൽ 29 വരെയാണ് അയൺമാൻ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 26 മുതൽ 29 വരെ എക്സ്പോയും അനുബന്ധ പരിപാടികളും അയൺമാൻ വില്ലേജിലുണ്ടാകും. നവംബർ 29 കാലത്ത് 5 മണിക്ക് ആരംഭിക്കുന്ന ദീർഘദൂര ട്രയത്ലൺ മത്സരങ്ങൾ കാലത്ത് 10 മണിയോടുകൂടി അവസാനിക്കും. തുടർന്ന് ഫ്ലവർ സെറമണിയും ഉച്ചയ്ക്ക് ശേഷം അവാർഡ് സെറമണിയും നടക്കും. ഒരു ഗെയിംസ് വില്ലേജിന് സമാനമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓരോ താരങ്ങളുടെയും രജിസ്റ്റർ നമ്പർ അനുസരിച്ച് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, മസാജിംഗ് ഏരിയ, ഫുഡ് എന്നിവയെല്ലാം വളരെ ദീർഘവീക്ഷണത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്.